അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ സാധിക്കില്ല. അതുപോലെ പെട്ടെന്ന് ഒരു വരി ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞിന്റെ. തീർച്ചയായിട്ടും. കാരണം അതിലെ വൈലോപ്പിള്ളി ശ്രമിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, അമ്മ നിഷേധിക്കുന്നതിനെ സ്വർഗത്തിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ വാനവർ കാരോമലായി പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമല്ല ഈ കവിതയുടെ ഏറ്റവും അധികം നമ്മളെ ഒലയ്ക്കുന്ന ഒരു ഭാഗം. ഇതിൻ്റെ അവസാന നിമിഷം എന്താ അനിൽ, പെട്ടെന്ന് അമ്മയെ കാണാനൊരു തോന്നൽ? അല്ല സിസ്റ്ററെ, ചെറുപ്പത്തിലൊക്കെ എന്ത് വലിയ പ്രശ്നം വന്നാലും അമ്മയുടെ അടുത്തുനിന്ന് പോയിരുന്ന് കുറച്ചു നേരം സംസാരിച്ചാൽ അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഈ ലോകം മൊത്തം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാണ്. ഇപ്പം എന്താ, ആരും ഇല്ലാന്നൊരു തോന്നലുണ്ടോ? തോന്നലല്ല സിസ്റ്ററെ, ആരുമില്ല. ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി. അപ്പോൾ ഭാര്യയും കുട്ടിയും? ഭാര്യ അവൾ പോയി. അവൾക്കിപ്പം എന്നെ വേണ്ട. കുട്ടി മൈനറായതുകൊണ്ട് കോടതി കുട്ടി അവളുടെ കൂടെ വിട്ടു. പെണ്ണൊന്ന് കരഞ്ഞു കാണിച്ചാൽ ഈ ലോകം മൊത്തം അവളുടെ കൂടെയല്ലേ നിൽക്കൂ. അവളായിരുന്നു എൻ്റെ ലോകം. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചത്, എൻ്റെ അമ്മയെപ്പോലും. എന്നിട്ടിപ്പോൾ എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണണം സിസ്റ്ററെ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ വരാം. അനിൽ. അമ്മ. സോറി അനിൽ. അനിലിൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല സിസ്റ്റർ. ഇപ്പം ഏകദേശം 4 മാസമായി കാണും. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാ. ഹോസ്പിറ്റലിൽ എത്തിക്കും മുന്നേ അമ്മ എവിടെ ഏൽപ്പിക്കുമ്പോൾ എന്ത് വിവരം ഉണ്ടെങ്കിലും അറിയിക്കരുതെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ആ നമ്പറിൽ വിളിച്ചു, ആരും എടുത്തില്ല. ഇതാ, എന്നെങ്കിലും ഒരിക്കൽ അനിൽ വരികയാണെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മ ഏൽപ്പിച്ചതാ. എൻ്റെ പൊന്നു മോന്, അമ്മയ്ക്കിവിടെ സുഖം തന്നെയായിരുന്നു. മോനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അത് നടക്കാത്തത് കൊണ്ടുള്ള സങ്കടം മാത്രമേ അമ്മയ്ക്കുള്ളൂ. എന്നാലും അമ്മ മോൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. നിന്റെ പിറന്നാളിന് മോൻ അമ്മയ്ക്ക് ഒരു ഉരുള ചോറ് തന്നതും എല്ലാം. അതുപോലെ ഒരു ഉരുള മോൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കഴിക്കാൻ കൊതി തോന്നുന്നു. എൻ്റെ മോൻ മക്കളെ അതിര് കവിഞ്ഞ് സ്നേഹിക്കുകയും ലാളിക്കുകയൊന്നും ചെയ്യരുത്. നാളെ എൻ്റെ അവസ്ഥ നിനക്ക് വരരുത്. നിന്റെ കുടുംബം എന്നും സന്തോഷത്തോടെ ഇരിക്കണം. അമ്മ നിനക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഒത്തിരി
ഒത്തിരി സ്നേഹത്തോടെ അമ്മ. Ah!